പ്രിയ സ്നേഹിതരെ, ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. നാം ഒരു പ്രത്യേകത ക്രിസ്മസിൽ കാണുന്നത് മറ്റ് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാത്തതുപോലെ എല്ലാവരോടും നാം ആശംസ പറയുന്നത് ഐ വിഷ് യു എ ഹാപ്പി ക്രിസ്മസ്, സന്തോഷമുള്ള ഒരു ക്രിസ്തുമസ് ഞാൻ ആശംസിക്കുന്നു എന്നാണ്. ക്രിസ്തുമസ് നൽകുന്നത് സന്തോഷത്തിൻ്റെ ഉറപ്പാണ്. യേശുക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിൽ മാലാഖമാരുടെ ആ വൃന്ദം ലോകത്തോട് അറിയിച്ചതും സന്തോഷമുള്ള ഒരു വാർത്തയാണ്. എ ഹാപ്പി ന്യൂസ്. സന്തോഷമുള്ള വാർത്ത എന്തായിരുന്നു? ഒരു രക്ഷകൻ എല്ലാ ജനങ്ങൾക്കുമായി ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. സർവ്വ ജനതയ്ക്കുമായി, സർവ്വ മനുഷ്യർക്കുമായി ദൈവം തൻ്റെ സ്നേഹത്തിൽ നിന്ന് തൻ്റെ പുത്രനെ മനുഷ്യനായി നൽകിയിരിക്കുന്നു. പല കാരണങ്ങളാൽ ഈ ദൈവം മനുഷ്യനായത് അല്ലെങ്കിൽ യേശുക്രിസ്തു ജനിച്ചതിനെക്കുറിച്ച് പരിമിതമായി ചിന്തിച്ച് അത് കൈമാറിയ അനുഭവമുണ്ട്. ക്രിസ്ത്യാനികളുടെ എന്തോ വിശേഷപ്പെട്ട ഒരു ദൈവം, അവരുടെ വിശേഷപ്പെട്ട ഒരു തിരുനാൾ. അങ്ങനെയല്ല സത്യത്തിൽ. യേശുക്രിസ്തു ഒരു വിഭാഗത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ ഒരു സഭയുടെയോ ഒരു വിശ്വാസത്തിൻ്റെയോ മാത്രം വിഷയമല്ല, എല്ലാ ജനതകളുടെയും വിഷയമാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യർ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, തൻ്റെ കാര്യം ഉറപ്പാക്കാൻ വേണ്ടി സ്വാർത്ഥപരമായ ചിന്തകൾ, ഈ വ്യക്തിയുടെ സ്വാർത്ഥതയെ നാം സെൽഫിഷ്നെസ് എന്ന് വിളിക്കും. അതൊരു കൂട്ടത്തിൻ്റെതായാൽ നാം പറയും കമ്മ്യൂണൽ സെൽഫിഷ്നെസ്, വർഗീയമായ ഒരു സ്വാർത്ഥത. വിശാലമായ ഒരു സമൂഹത്തെ ദൈവം കരുതുന്നു, കാണുന്നു, അതിനായി ദൈവം വഴിയൊരുക്കുന്നു. അതിന് സന്തോഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മനുഷ്യരിൽ നിന്ന് അല്പം കൂടി ഉയർന്ന ഒരു ഭാവം, നാം അതിനെയാണല്ലോ ദൈവിക ഭാവം എന്ന് പറയുക. അത് ഉൾക്കൊള്ളുവാൻ ക്രിസ്മസ് നമ്മെ സഹായിക്കും. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ കാണുന്നു. ഒന്ന്, മനുഷ്യനോട് അതിരറ്റ വാത്സല്യമുള്ള ഒരു ദൈവം. ആ സ്നേഹം പ്രകടമാക്കുന്നത് മനുഷ്യനെ പോലെ ഇരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ രൂപത്തിലാണ്. രക്ഷകനെ അയക്കാം എന്ന ഒരു വാഗ്ദാനം വിശ്വാസ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുണ്ട്. യെശയ്യാ പ്രവാചകൻ ഈ അത്ഭുതകരമായ ജനനത്തെക്കുറിച്ച് പറയുന്നത് ഒരത്ഭുതമാണ്. അതെ, മനുഷ്യബുദ്ധിയിൽ സംക്ഷേപിക്കുവാനാവാത്തതുപോലെയുള്ള ഒരു രഹസ്യം, ഒരു സത്യം, ഒരു സത്ത. ദൈവം മനുഷ്യനായി. ദൈവം മനുഷ്യനായത് വഴി സംഭവിച്ച കാര്യം ദൈവത്തിൻ്റെ വാത്സല്യം അതിൻ്റെ വലിയ അർത്ഥത്തിൽ നമ്മെ അറിയിച്ചു. രണ്ടാമത്, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ്, കിരീടമാണ്. ഈ മനുഷ്യനെ മാനിക്കേണ്ടുന്നത് നമ്മുടെ കടമയാണ്. ദൈവത്തെ മാനിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ മാനിക്കാൻ ദൈവം പഠിപ്പിച്ചിരിക്കുമ്പോൾ നാം അനുസരിക്കണമോ വേണ്ടയോ? സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തെയും മനുഷ്യനെയും മറക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ മുൻപിലുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം ഒരു മനുഷ്യക്കുഞ്ഞായി, ശിശുവായി, മറിയാമിൻ്റെ മുട്ടുകളിൽ താലോലിക്കപ്പെടുവാൻ തക്ക വിധം എളിമയിൽ നമ്മുടെ അടുത്തേക്ക് വന്നു. ദൈവത്തിന് ഇങ്ങനെ നമ്മെപ്പോലെയാകുവാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ പൈതലിനെ അനുകരിച്ചുകൂടാ?
എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വർഗീയതയുടെയും സ്വാർത്ഥതയുടെയും വലിയ വെല്ലുവിളികൾ സ്നേഹത്തിനെതിരായി ഉയർന്നു നിൽക്കുമ്പോൾ ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നു വിനയവും സമാധാനവും ഐശ്വര്യവും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ സാധിക്കൂ. ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ ദൈവം സ്നേഹിക്കുന്ന സകലരെയും സ്നേഹിക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ ദൈവം കരുതിയ സകലരെയും കരുതണം. ഈ ക്രിസ്മസ് കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യേക അനുഭവം നൽകട്ടെ. ഒരു ദിവസം കൊണ്ട് ഇടിഞ്ഞു വീഴുന്നതൊന്നുമല്ല നമ്മുടെ ജീവിതം. അങ്ങനെ ധരിക്കുകയും വേണ്ട. പരാജയങ്ങൾ, വെല്ലുവിളികൾ, അസ്വസ്ഥതകൾ, ആശങ്കകൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതുപോലെയുള്ള അവിഭാജ്യമായ അനുഭവമായും മുൻപിൽ നിൽക്കുമ്പോൾ ഇന്നത്തേതിനെ ഓർത്ത് നീ അഹങ്കരിക്കേണ്ട. നാളത്തെ ആശങ്കപ്പെട്ട് നീ നഷ്ടമാക്കി കളയേണ്ട. നിൻ്റെ ദൈവം നിനക്ക് നൽകുന്ന വാഗ്ദാനം, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിച്ച് കളയില്ല. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ അവിടുത്തെ കരം പിടിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ക്രിസ്മസ് ഞാൻ ആശംസിക്കുന്നു. ബെത്ലഹേമിൽ പിറന്ന ഉണ്ണിയേശു ലോകത്തിൻ്റെ സ്വന്തമാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, നമ്മുടെ രക്ഷകനാണ്. നമുക്കെല്ലാവർക്കും ഒന്നുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ദൈവമാണ്. ഈ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ ദൈവത്തോട് ചേർന്ന് പുതിയ വർഷത്തിലേക്ക് നമുക്ക് നടന്ന് പ്രവേശിക്കാം. മലങ്കര കാത്തലിക് TV-യുടെ എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും സഹകാരികൾക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എളിയവനായ എനിക്ക് വേണ്ടിയും ഈ സഭയ്ക്ക് വേണ്ടിയും നിങ്ങൾ ദയവായി പ്രാർത്ഥിക്കണമേ. I wish you all a very happy and blessed Christmas.